മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷിക ദിനമാണിന്ന്. സദ്ഭരണ ദിനമാണ് രാജ്യം ഈ ദിവസം ആചരിക്കുന്നത്. യോജിച്ചാലും വിയോജിച്ചാലും കക്ഷിഭേദമന്യേ എല്ലാവരെയും കേൾക്കാൻ തയ്യാറായ വ്യക്തിയായിരുന്നു വാജ്പേയി. വിയോജിക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് വാജ്പേയി ഉറച്ചു വിശ്വസിച്ചു. വാജ്പേയിയുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. കവിയും കാൽപ്പനികനുമായ ഒരാൾക്ക് മികച്ച രാഷ്ട്രതന്ത്രജ്ഞനുമാകാം എന്ന് തെളിയിച്ച ഇന്ത്യയുടെ 10ാമത്തെ പ്രധാനമന്ത്രിയായി വാജ്പേയി. ഇന്ത്യയിൽ ഏറ്റവും ആദരണീയനായ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളായി മാറുന്നതിന് മുൻപ് തന്നെ വാജ്പേയി മനുഷ്യവികാരങ്ങളുടെയും ദേശസ്നേഹത്തിന്റെയും ജീവിതത്തിന്റെ സങ്കീർണതകളുടെയും സത്ത പകർത്തിയ തീവ്രഭാവങ്ങളുള്ള കവിതകളിലൂടെ പേരെടുത്തിരുന്നു. പാർട്ടിക്കുള്ളിൽ മിതത്വത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും സ്വരമായിരുന്നു വാജ്പേയിയുടേത്. എല്ലാ സമുദായക്കാർക്കും അഭിവൃദ്ധിപ്പെടാനാകുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലുള്ള വിശ്വാസം ബിജെപിയിലെ തീവ്ര ഘടകങ്ങളിൽ നിന്ന് വാജ്പേയിയെ വ്യത്യസ്തനാക്കി. ജനതയുമായി ബന്ധപ്പെടാനും വെല്ലുവിളികൾ നിറഞ്ഞ കാലങ്ങളിൽ സമചിത്തതയോടെ രാജ്യത്തെ നയിക്കാനും വാജ്പേയിക്ക് കഴിഞ്ഞു. 1924 ഒരു ക്രിസ്മസ് ദിനത്തിൽ ഗ്വാളിയോറിലെ ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായി ജനിച്ച വാജ്പേയി 16ാം വയസ്സിൽ RSS പ്രവർത്തകനായി. 1980 ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചപ്പോൾ ആദ്യ അധ്യക്ഷനായി. 1996 13 ദിവസം പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി 98 13 മാസത്തെ സർക്കാരിന് നേതൃത്വം നൽകവെയാണ് 2ാം പൊഖ്രാൻ ആണവ പരീക്ഷണം നടത്തിയത്. 1999 തുടക്കമിട്ട ഡൽഹി ലാഹോർ ബസ് ലോക ശ്രദ്ധ നേടി. വാജ്പേയി കാവൽ പ്രധാനമന്ത്രിയായിരിക്കെയാണ് ഓപ്പറേഷൻ വിജയിലൂടെ കാർഗിലിൽ ഇന്ത്യ വിജയത്തേരിലേറിയത്. തുടർന്ന് 1999 കേവല ഭൂരിപക്ഷം നേടി വാജ്പേയി മന്ത്രിസഭ 3ാം തവണയും അധികാരത്തിലെത്തി. സ്ഥിരത അവകാശപ്പെടാനായ ആദ്യ കോൺഗ്രസേതര മന്ത്രിസഭയായി മാറി അത്. ഇന്ത്യൻ ഗതാഗത രംഗത്ത് വിപ്ലവത്തിന് നാന്ദി കുറിച്ച സുവർണ ചതുഷ്കോണ ഹൈവേ പദ്ധതി വാജ്പേയി സർക്കാരിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹൻ എന്നാണ് രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ജനതയുടെ വികാരവും വിചാരവും ഉൾക്കൊണ്ട് പ്രവർത്തിച്ച നേതാവ് എന്ന നിലയിൽ AB വാജ്പേയിയുടെ പൈതൃകം എക്കാലവും ഓർമ്മിക്കപ്പെടും. റിസർച്ച് ഡെസ്ക് 24.